ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം യദ്ദർശനം നിഖിലദുഃഖഹരം പവിത്രം യത്പാദപങ്കജരജാംസ്യഘനാശകാനി ധാത്രീ പുമർത്തനിജയസ്യ ച യത്കൃപാ ശ്രീനാരായണം മുനിവരം തമഹം നമാമി. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുഷ്പാഞ്ജലി മന്ത്രങ്ങൾ 91 കഴിഞ്ഞു. ഇപ്പം ഇന്നലെ നമ്മൾ സ്നേഹത്തെക്കുറിച്ചും സ്നേഹത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ചും പ്രേമത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. എല്ലാവരും ആ ഒരു സ്നേഹത്തിന് വേണ്ടി, നിസ്വാർത്ഥമായ സ്നേഹത്തിന് വേണ്ടി ഈ സ്ഥിരമല്ലാത്ത അനിത്യമായ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികമായിട്ടുള്ള ഒരു അറിവിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഇതിനെ വിലയിരുത്തുമ്പോൾ അതിൻ്റെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എങ്ങനെ ആ ഒരു സ്നേഹം നിലനിർത്തി അലൗകികമായ ആ ചൈതന്യത്തിൻ്റെ അംശങ്ങളാണ് നമ്മൾ എന്ന ബോധത്തിലൂടെ അത് പരിഹരിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. സത്യത്തിൽ അതുമാത്രമാണ് ഇവിടെ മിച്ചമായിട്ട് നിൽക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് നമ്മൾ അടുത്ത മന്ത്രത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ഓം സംസാര രോഗ ഭിഷജേ നമഃ. ഭിഷക് എന്ന് പറയുന്നത് വൈദ്യനാണ്. ഇവിടെ രോഗം അറിഞ്ഞ് ചികിത്സിക്കുന്നവൻ. ഇപ്പം സംസാര രോഗത്തിന് ശരിയായ രീതിയിൽ ചികിത്സിക്കുന്ന വൈദ്യനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. അതാണ് സംസാര രോഗ ഭിഷജേ നമഃ. നമ്മൾ എത്രയോ ക്ലാസ്സുകളിലൂടെ ഒരുപാട് ചർച്ചകൾ ചെയ്ത ഒരു വിഷയമാണ് ഈ സംസാരം. ഈ സംസാര രോഗം അറിവുള്ളവർ പറയുന്നത് അങ്ങനെയാണ്. ഈ സംസാര രോഗം അതെല്ലാവർക്കും ചികിത്സിച്ച് മാറ്റാവുന്ന ഒന്നല്ല. ഇങ്ങനെ ഒരു രോഗമുണ്ടെന്ന് പോലും തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് 99.4% ആളുകൾ. അപ്പോൾ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ, ഈ രോഗം ചെയ്യുന്ന അപകടങ്ങൾ, ഈ രോഗത്തിൻ്റെ ആഴമാർന്ന വേരുകൾ, അത് ഒക്കെ മനസ്സിലാക്കി ചികിത്സിക്കാൻ കെൽപ്പുള്ള ആൾക്ക് മാത്രമേ നമ്മളെ എന്നേക്കുമായി ഈ രോഗത്തിൽ നിന്ന് മുക്തനാക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവദശകത്തിൽ ഈ സംസാരത്തെ കടലായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെ ആ സംസാര സമുദ്രം കടന്നു പോകാനായിട്ട് കെൽപ്പുള്ള ഒരു നാവികനെ
ആണ് പറയുന്നത്. ഇവിടെ ഈ സംസാര രോഗത്തെ ചികിത്സിക്കുന്ന ഒരു വൈദ്യനായിട്ടും രണ്ടിലും അതിൻ്റെ ആ നായക സ്ഥാനം അല്ലെങ്കിൽ ആ നിയന്ത്രണം ചെയ്യുന്ന ആളുടെ യോഗ്യത വളരെ കൃത്യമായും സ്പഷ്ടമായും നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. പക്ഷേ പലപ്പോഴും ഈ ഒരു യോഗ്യത ഈ നാവികൻ്റെ അഥവാ വൈദ്യൻ്റെ യോഗ്യതകൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെ പിന്തുടരുന്ന ഒരുപാട് ആളുകൾ അവരെ അപകടങ്ങളിൽ കൊണ്ട് ചാടിക്കാറുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ വൈദ്യൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മളുടെ MBBS അതുപോലെ നാട്ടുവൈദ്യവും പാരമ്പര്യ വൈദ്യവും സിദ്ധ അതുപോലെ ഹോമിയോ മന്ത്രവാദം ഇങ്ങനെയൊക്കെ ഏതെല്ലാം പേരിലാണ് ഇവിടെ ഈ അപരന്മാർ ജീവിക്കുന്നതും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് പണമുണ്ടാക്കുന്നതും. അപ്പോൾ സാധാരണ രോഗത്തെ ചികിത്സിക്കാൻ പോലും ഇങ്ങനെ അപരന്മാർ ധാരാളം ഉണ്ടെന്നിരിക്കെ ഇത്രമാത്രം വിദ്യാസമ്പന്നരായ ആളുകളുടെ ഇടയ്ക്ക് പോലും അവർ വിലസുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഒരുപാട് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ സംസാര രോഗത്തെ നമുക്ക് ചികിത്സിക്കാൻ കെൽപ്പുള്ള വൈദ്യനെ നമ്മളെങ്ങനെ തിരിച്ചറിയും? അതിനാണ് നമ്മൾ ആത്മോപദേശ ശതകത്തിൽ ഗുരുദേവൻ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിയെ നമ്മൾ കണ്ടെത്തുക. അതായത് ജീവൻ മുക്തനായ, പക്ഷേ ആ ജീവൻ മുക്തനെ തിരിച്ചറിയണമെങ്കിലും സാമാന്യമായിട്ടുള്ള ശാസ്ത്രജ്ഞാനം ഉപനിഷത്തിൻ്റെയും ഗീതയുടെയും ഒക്കെ മർമ്മം അറിയാവുന്ന പ്രഭാഷണ കലയിൽ ചതുരനായി ഇട്ടുള്ള ഒരാളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഭാഷയിൽ പ്രാവീണ്യമുള്ള ആളെക്കുറിച്ചല്ല. മറിച്ച് ഈ സത്യത്തെ, ഈ ശാസ്ത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന സത്യത്തെ സാക്ഷാത്കരിച്ച് കൃതകൃത്യനായി ജീവൻ മുക്തനായി വിരാജിക്കുന്ന, ഇപ്പം നമ്മൾ കഴിഞ്ഞ 91 മന്ത്രങ്ങളിലൂടെയും അങ്ങനെയുള്ള പെർഫെക്ഷനായിട്ടുള്ള ആ പൂർണ്ണതയിലെത്തിയ ഒരു ജീവൻ മുക്തനെ കുറിച്ചാണ്, അതിൻ്റെ പര്യായങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പം അങ്ങനെയുള്ള ഒരു ഡോക്ടറെ, ഒരു വൈദ്യനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അതല്ലാതെ എന്തെങ്കിലും അരുവും മൂലയൊക്കെ അറിഞ്ഞ് അത് വച്ച് നമ്മളെ ഉപദ്രവിക്കുന്ന, അത് വച്ച് നമ്മളെ ചൂഷണം ചെയ്യുന്ന വൈദ്യന്മാരെ അല്ല നമുക്ക് വേണ്ടത്. പക്ഷേ ചിലപ്പോൾ പൂർവജന്മ കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് നല്ല ആളുകളെ കണ്ടാലും ഉത്തമരായിട്ടുള്ളവരെ കണ്ടാലും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന പ്രാരബ്ധവുമുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ സമകാലീനായിട്ട് ഗുരുവിനെ കണ്ടിട്ടുള്ള എത്രയോ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. അവരാരും ഗുരുവിനോട് ഗുരു ഇങ്ങനൊരു സംസാര രോഗത്തെ ഇല്ലായ്മ ചെയ്യുന്ന വൈദ്യനാണ് എന്ന് മനസ്സിലാക്കിയിട്ടല്ല
കൂടെ കൂടിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവചരിത്രങ്ങളിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ജീവചരിത്രങ്ങൾ മൊത്തം നമ്മൾ പരതിയാലും അന്ന് ജീവിച്ചിരുന്ന ആളുകൾ, ഗുരുവിനെ കണ്ടിട്ടുള്ളവരെ ഒക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോഴും അവരാരും തന്നെ ഈ സംസാര രോഗത്തിന് ഒരു മരുന്ന് പറഞ്ഞു തരണമേ ഗുരു എന്നൊരു സമീപനം നമ്മളെങ്ങും കാണുന്നില്ല. അതിൻ്റെ അർത്ഥം ഗുരു അങ്ങനൊരു വൈദ്യനാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. തിരിച്ചറിയാത്തതിൻ്റെ കാരണമോ ആ രീതിയിൽ ഒരു സംസ്കാരം അവരിൽ വളർന്നിരുന്നില്ല. അവരുടെ ആവശ്യങ്ങൾ വളരെ പരിമിതമായിരുന്നു. അവർക്ക് അന്ന് വന്നിരുന്ന കുറച്ച് ശരീരത്തിൻ്റെ അസുഖം, അതല്ലെങ്കിൽ അന്നത്തെ സാമൂഹികമായിട്ടുള്ള ചില വ്യവസ്ഥിതികളിൽ വേണ്ടുന്ന മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് ഒതുങ്ങിപ്പോയി. ഇന്നും അങ്ങനെ തന്നെയാണ് അതിൻ്റെ നിജസ്ഥിതി. പലപ്പോഴും ഗുരുവിനെ ആശ്രയിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള ചില അസുഖങ്ങൾ മാറണം, നമ്മളുടെ ബിസിനസ്സിന് ഒരു പുരോഗതി ഉണ്ടാകണം, മക്കൾക്ക് പഠിക്കാൻ പറ്റണം, അതുപോലെ നമ്മളുടെ പ്രതിസന്ധികളിൽ ഒരു കൈത്താങ്ങായിട്ട് നിൽക്കണം. ഇത്രയേ ആഗ്രഹിക്കുന്നുള്ളൂ. അത് കിട്ടാതിരിക്കുമ്പോഴോ അവർ പരിഭവം പറയാറുണ്ട്. ഒരുപാട് പഠിച്ചു എന്ന് തോന്നുന്ന ആളുകൾ ഉൾപ്പെടെ എന്നോടും അതുപോലെ തന്നെ പല ആളുകളോടും പരിഭവം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഗതി? എന്നെ എന്തുകൊണ്ട് ഈ ദുഃഖത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നില്ല? ഞാൻ ഒരുപാട് പ്രാർത്ഥനയൊക്കെ ചെയ്തു, ഗുരുവിനെ ഉപാസിച്ചു. അപ്പം അവരുടെ ആഗ്രഹം അവരുടെ പ്രതിസന്ധികളിൽ താൽക്കാലികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള മാറ്റം. ആ ഒരു മാനസികാവസ്ഥയുള്ളവർക്ക് ഒരിക്കലും ഗുരുവിൻ്റെ നിജസ്ഥിതി അറിയുവാനോ ഈ സംസാര രോഗത്തിൽ നിന്നാണ് എനിക്ക് ആത്യന്തികമായിട്ടുള്ള മുക്തി ഉണ്ടാകേണ്ടത് എന്നോ തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ചിന്തയുടെ അല്ലെങ്കിൽ ആ ഒരു പാകപ്പെടലിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള തലത്തിൽ സംഭവിക്കേണ്ട ഒന്നാണ് ഈ പറയുന്ന കാര്യങ്ങൾ എന്നറിയാം. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഒരു സുപ്രഭാതത്തിൽ ചുവട് വയ്ക്കാൻ പറ്റുന്നതല്ല. അതിന് ഒരുപാട് തയ്യാറെടുപ്പുകൾ. അപ്പോൾ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാണ ആ മുനിയുടെ സേവ കൃത്യമായ രീതിയിൽ സമർപ്പണ ബോധത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെയുള്ള ആ ഒരു തെളിച്ചം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് സത്സംഗം എന്നൊക്കെ പറയുന്നു. ആ സത്വമായിട്ടുള്ള സംഘത്തിലൂടെ, നിരന്തരമായിട്ടുള്ള സംഘത്തിലൂടെ മാത്രമേ ആ ഒരു എന്താ പറയുന്നത്, നമുക്ക് ആ ഒരു പാകപ്പെടുത്തൽ, പക്വത, അല്ലെങ്കിൽ ആ തിരിച്ചറിവിലേക്ക് മന്ദം നടന്നെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സത്സംഗത്തിൻ്റെ മഹാത്മ്യമറിയാത്ത, മഹത്വമറിയാത്ത ആളുകളാണ് ഭൂരിഭാഗവും. പ്രത്യേകിച്ച് നമ്മുടെ കലികാലം ഭൗതികതയുടെ അതിപ്രസരത്തിൽ മുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. ഗുരു എത്ര വ്യക്തമായിട്ടാണ് സംശയത്തിനിടവരാത്ത രീതിയിൽ അതൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം, എന്താണ് എനിക്ക് വേണ്ടത്? എനിക്ക് താൽക്കാലികമായിട്ടുള്ള ഈ ഒരു ഭൗതിക സുഖം മാത്രം മതിയോ? അതാണോ എൻ്റെ ജീവിത ലക്ഷ്യം? ഞാൻ അതിൽ തൃപ്തനാണോ? അഥവാ തൃപ്തിയില്ല എങ്കിൽ
ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയുള്ള ആ ഒരു വിവേകത്തിൻ്റെ ഒരു അനുരണനം നമ്മളിൽ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ആ ഒരു അഗ്നി പതിയെ പതിയെ പടർന്നു പിടിക്കും. അങ്ങനെ അതിൻ്റെ ഗൗരവത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എന്നെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ഈ സംസാരത്തിൽ ഈ കാണപ്പെടുന്ന ഈ ലോകത്ത്, അനിത്യമായിട്ടുള്ള ഈ ലോകത്ത് നിത്യതയെ ഞാൻ തേടുമ്പോൾ അത് അനിത്യമായതിൽ നിന്ന് ലഭ്യമല്ല എന്നുള്ള ആ ഒരു അറിവിലേക്ക്, അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് എനിക്ക് കടക്കാൻ പറ്റണം. അങ്ങനെ വരുമ്പോഴാണ് ഭഗവാൻ ഇവിടെ ഈ സംസാരത്തിൽ നിന്ന്, ഈ അസുഖത്തിൽ നിന്ന് നമ്മളെ കരകയറ്റുവാനായിട്ട് ഏതെല്ലാം വഴികളാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്, ഏതെല്ലാം രീതിയിലുള്ള മരുന്നുകളാണ് ഇവിടെ ചെപ്പിലാക്കി വച്ചിരിക്കുന്നത്. ഭക്തിയുടെ മാർഗത്തിൽ പോകുന്നവർക്ക് ആ ചെപ്പ് തുറന്ന് അതിൽ നിന്ന് എടുത്ത് സേവിക്കാം. അതല്ല, കർമ്മത്തിൻ്റെ മാർഗത്തിലാണ് ആ അസുഖം നമുക്ക് കിടക്കുന്നതെങ്കിൽ അത് നമുക്ക് തുറന്ന് അതിനൊരു പരിഹാരമുണ്ടാക്കാം. രാജയോഗത്തിൻ്റെ വഴിയിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിലും, അതുപോലെ ശുദ്ധമായിട്ടുള്ള അദ്വൈത ജ്ഞാനത്തിൻ്റെ വഴിയാണ്, അതിലാണ് നമുക്ക് അസ്വസ്ഥതയെങ്കിൽ, അങ്ങനെ 4 രീതിയിലാണ് ഈ അസുഖങ്ങളെ, ഈ സംസാര രോഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയിരിക്കുന്ന മരുന്നുകൾ. ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതത്തിൽ മാത്രം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഭാരതത്തിൻ്റേത് ആയിട്ട് ഭാരതത്തിന് സ്വന്തമെന്ന് പറയാവുന്നത് ഈയൊരു അമൃതം, ഈയൊരു അമൃത് മാത്രമാണ്. കാരണം ഈ സംസാര രോഗത്തിന് ഈ അമൃത് കഴിച്ചാൽ മാത്രമേ അത് എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ദിവ്യമായിട്ടുള്ള ഔഷധം ലോകത്ത് മറ്റ് ഒരു രാജ്യക്കാരും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മളുടെ ഇവിടുത്തെ പല ഫിലോസഫേഴ്സും വെസ്റ്റേൺ ഫിലോസഫിയുമായി ഇന്ത്യൻ ഫിലോസഫിയെ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ തെറ്റായിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. കാരണം ഭാരതത്തിലെ മഹർഷിമാരുടെ സത്യാന്വേഷണ രീതിയും അവർ സാക്ഷാത്കരിച്ച സത്യവും വെസ്റ്റേൺ ചിന്തകന്മാർ അന്വേഷിക്കുന്ന രീതിയും അവർ കണ്ടെത്താൻ ശ്രമിക്കുന്ന സത്യവും രണ്ടും രണ്ടാണ്. അപ്പം അങ്ങനെ വിരുദ്ധമായിട്ടുള്ള 2 ഫിലോസഫി, അതിന് ഫിലോസഫി എന്നല്ല പറയുന്നത്, ദർശനമെന്നാണ്. അത് പുതുതായിട്ട് വെസ്റ്റേൺസ് അതിനൊരു ഫിലോസഫി എന്ന് പറയുന്നു. പക്ഷേ നമുക്ക് ഇംഗ്ലീഷിൽ അതേപോലെയുള്ള ഒരു വാക്ക് ഉപയോഗിച്ചാൽ ഈ ദർശനത്തെ നമുക്ക് ആ അർത്ഥം അവിടെ കിട്ടത്തില്ല. ദർശനത്തിൽ പുതുതായിട്ടുള്ള കണ്ടുപിടുത്തമല്ല, ഉള്ളതിനെ നമ്മൾ കാണുകയാണ്. അതാണ് വ്യത്യാസം. തത്വമസി എന്ന് പറയുന്നത് പുതുതായിട്ട് നീ ഒന്ന് കണ്ടുപിടിക്കുക എന്നല്ല പറയുന്നത്. ഈ സംസാര രോഗത്തിൻ്റെ കാരണം പറഞ്ഞു തരികയാണ്. നമ്മൾ അതിനകത്ത് ഇല്ലാതാക്കേണ്ടത് എന്തിനെയൊക്കെയാണോ നമ്മൾ കൊഴിച്ചു കളയേണ്ടത്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു സമ്പ്രദായം പാശ്ചാത്യ ലോകത്ത് ഇല്ല.
അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇത് തമ്മിലുള്ള താരതമ്യ പഠനം ശരിയാകുന്നത്? രണ്ടും രണ്ട് രീതിയിൽ പഠിക്കാം. പക്ഷേ ഇതുപോലെ ഭാരതത്തിൻ്റെ തനതായ ആ ഒരു അന്വേഷണ രീതിയിലൂടെ സർവതന്ത്ര സ്വതന്ത്രമായ ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരമായിട്ട് നിൽക്കുന്ന ആ സത്യത്തെ, ആ ചൈതന്യത്തെ, ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ഇവിടെ ഭിന്നതകളൊക്കെ മാറി ഒരു ഏകലോക സൃഷ്ടിക്ക് വേദി ഒരുങ്ങുന്നേയുള്ളൂ. അത് പാശ്ചാത്യ ലോകത്ത് ഇന്നും ഇല്ല. സമത്വത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചുമൊക്കെ പാശ്ചാത്യ ലോകത്തും ചിന്തിച്ചിട്ടുണ്ട്. അവരൊരു സമത്വസുന്ദരമായ ഒരു ലോകത്തെ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും സാഹോദര്യത്തെയും തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ ആ തിരിച്ചറിവില്ലാത്ത ഒരു ഫിലോസഫി എങ്ങനെ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു തലത്തിലേക്ക് സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും സാഹോദര്യത്തെയും കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അവിടെ എവിടെയൊക്കെയാണ് വിഭാഗീയതകൾ നിലനിൽക്കുന്നത്? എന്തുകൊണ്ടാണ് അസഹിഷ്ണുത നിലനിൽക്കുന്നത്? അത് മതത്തിൻ്റെ പേരിലായാലും ശരി, ചിന്തകളുടെ തലത്തിലാണെങ്കിലും ശരി, എവിടെയാണ് ഇതിൻ്റെയൊക്കെ തടസ്സങ്ങൾ നിലനിൽക്കുന്നത് എന്നുപോലും തിരിച്ചറിയാതെയാണ് യാന്ത്രികമായി, പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള അടിമത്വത്തിൻ്റെ ഭാഗമായി നമ്മൾ വെള്ളക്കാരൻ്റെ ഫിലോസഫിയെയും അവൻ്റെ മനഃശാസ്ത്രത്തെയും നമ്മൾ കാണുന്നത്. ഇവിടെ തനതായ ഒരു മനഃശാസ്ത്രം അല്ലെങ്കിൽ ഒരു ദർശനം ഇത്രയും ശാസ്ത്രീയമായി മഹർഷിമാർ അവതരിപ്പിച്ചിട്ട് അതിൻ്റെ സൂക്ഷ്മവശങ്ങളിലേക്ക് പോകുവാനോ അതിനെ മനസ്സിലാക്കുവാനോ സാധിക്കാതെ അവിടെയും ആ വെള്ളക്കാരൻ്റെ ചില സ്വാർത്ഥ ചിന്തകൾ അവൻ പറഞ്ഞു പരത്തിയിരിക്കുന്നത് ഇതെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് പരത്തിയത്. അവനിവിടെ കുറേ നാൾ ഭരിച്ചു. ആ ഭരണത്തിൻ്റെ തുടർച്ചയെന്നോണം നമ്മളുടെ തനതായ സംസ്കാരത്തെ അവൻ മാറ്റിമറിച്ചു. അവൻ്റെ സംസ്കാരത്തെ ഇവിടെ അടിച്ചേൽപ്പിക്കാനായിട്ട് അവന് സാധിച്ചു. അതെന്തുകൊണ്ടാണ്? ഇവിടുത്തെ ഈ ഗുരുവിനെ പോലെയുള്ള മഹർഷിമാരുടെ ആ ചിന്തകളെ, ആ ദർശനത്തെ, അതിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് ഉൾക്കൊള്ളുവാനും അതിൻ്റെ ഗൗരവത്തെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കാതെ പോയതാണ് പ്രധാനപ്പെട്ട കാരണം. ഇപ്പോഴും നമ്മൾ ഗുരുവിൻ്റെ ചിന്തകളെ, ഗുരുവിൻ്റെ ദർശനത്തെ ഭൗതികമായാലും ശരി ആത്മീയമായാലും ശരി ആ രീതിയിൽ ഗൗരവത്തോടെ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് മറ്റു പലതിൻ്റെയും പുറകെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ടുള്ള അന്വേഷണമാണ്. ലോകത്തിന് മൊത്തം വെളിച്ചം വീശാവുന്ന ഒരു തത്വശാസ്ത്രം അല്ലെങ്കിൽ ഒരു ഫിലോസഫി, അതുപോലെ മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ അവൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ സമഗ്രമായി വിശകലനം ചെയ്ത് കൃത്യമായ ഒരു ജീവിത പദ്ധതി ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചിട്ടും അത് നായുടെ മുൻപിൽ കിട്ടിയ പൊതിക്കാത്ത തേങ്ങ പോലെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്, ഒരു പ്രയോഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു പൊതിക്കാത്ത തേങ്ങ പോലെ ഇത് നമ്മൾക്ക് കിട്ടിയിട്ട്
നമ്മൾ അതിനെങ്ങനെ വിശകലനം ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കും? ഇപ്പോൾ സമയം ഇനിയും അതിക്രമിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സംസാര രോഗത്തിൻ്റെ മരുന്ന് തേടി പോകുമ്പോൾ ആ മരുന്ന് കൊടുക്കുന്ന വൈദ്യൻ്റെ ആഴവും പരപ്പും അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും തലത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ്, ഇപ്പോൾ പൊതുവെ നമുക്ക് ഒരാളുടെ ഗുണഗണങ്ങളെക്കുറിച്ച് പരസ്യത്തിലൂടെയാണ് ഇന്ന് നമ്മളുടെ മീഡിയ അവതരിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കുണ്ട്, ഈ ആളുകൾ തമ്മിൽ പറഞ്ഞ് അതിന് ഇന്നതാണ്, ഇന്ന മഹത്വങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രോഡക്റ്റ്, നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു പാത്രം പോലും അതിൻ്റെ ഇല്ലാത്ത ഗുണഗണങ്ങളെയൊക്കെ പറഞ്ഞ് ആണ് നമ്മളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുന്നത്. അതിനുപയോഗിക്കുന്ന തന്ത്രമാണ് പരസ്യം. അതുപോലെ ഈ ഗുരുക്കന്മാരുടെ കൂടെ ആളുകൾ കൂടാനും അവർക്കില്ലാത്ത എത്രയോ ഗുണഗണങ്ങളെക്കുറിച്ച് പറയാനും അതൊരു വലിയൊരു ബിസിനസ് സാമ്രാജ്യമായിട്ട് ഇന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും നമുക്കത് കാണാം. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സത്യത്തിന് അങ്ങനെയുള്ള പരസ്യത്തിൻ്റെ ആവശ്യമില്ല. ഇനി സത്യമായിട്ടുള്ള കാര്യങ്ങളെ ആരും പറഞ്ഞ് അറിയിക്കാറുമില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളുടെ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നല്ല എത്രയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ ആരും പ്രൊമോട്ട് ചെയ്യാറില്ല. അതിന് കൂടുതൽ ലൈക്കോ ഷെയറോ ഒന്നും വരാറില്ല. പക്ഷേ ആവശ്യമില്ലാത്തൊരു സംഭവം നമ്മുടെ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ യൂട്യൂബിലോ വന്നു കഴിഞ്ഞാൽ നമ്മളതൊരു ആകാംക്ഷയോടുകൂടി നമ്മുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കും, ഇത് ശരിയാണോ തെറ്റാണോ. അപ്പോൾ ഇങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു കാലം പണ്ടും അതുണ്ടായിരുന്നു, ഇന്നും അതുണ്ട്. തീർച്ചയായിട്ടും ഗുരുവിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനത്തെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ഇവിടെ വേറെ പ്രത്യേകിച്ച് അതിനുള്ള ഒരു സംവിധാനങ്ങൾ ഒന്നുമില്ല. അത് നമ്മൾ സ്വയം പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, നമ്മുടെ വീട്ടിലത് പ്രാവർത്തികമാക്കുക, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് പകർന്നു കൊടുക്കുക. അങ്ങനെ ഒരു വിശാലമായിട്ടുള്ള ഒരു ഹൃദയവും ബുദ്ധിയും മനസ്സുമൊക്കെ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഈ സംസാരത്തിൻ്റെ ഇവിടെ നമ്മൾ ഈ ജാഗ്രത അവസ്ഥയിൽ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ കാരണം കൃത്യമായിട്ട് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് മരുന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഏറ്റവും ശ്രേഷ്ഠനായ ഗുരുവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്നാണ് ആ ഒരു മന്ത്രത്തിലൂടെ ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംസാര രോഗത്തിന് കൃത്യമായിട്ടുള്ള മരുന്ന് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു വൈദ്യൻ നമുക്ക് ഉണ്ടായിട്ടില്ല. മറ്റ് ഓരോ വൈദ്യന്മാരും ഓരോ ശാഖയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സമഗ്രമായിട്ടാണ് അതിനുള്ള ഏത് തലത്തിലുള്ള ഏത് അതിൻ്റെ അസുഖത്തിൻ്റെ ആ കാഠിന്യം മനസ്സിലാക്കി ആണ് ഇവിടെ ഗുരു മരുന്നുകൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു വൈദ്യനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ നമുക്ക് ഇനി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ഇതിൻ്റെ ആഴവും പരപ്പും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെയാണ് ഗുരുവിനെ കേരള സമൂഹവും അതുപോലെ ഭാരതത്തിലും ഒക്കെ ആ രീതിയിൽ തിരിച്ചറിയാതെ പോയത്. പിന്നെ കുറേ ആൾക്കാർ അസൂയ കൊണ്ട്, കാരണം ഗുരുവിൻ്റെ ഈ ഒരു സിദ്ധാന്തത്തെ, ഈ ഒരു ആശയത്തെ നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോൾ മറ്റു പലതും അതിൻ്റെ കൂടെ കൊഴിഞ്ഞു പോകും എന്നുള്ളൊരു ഭയവുമുണ്ട്. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി വേണം
നമ്മൾ മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അത്ഭുത വൈദ്യനെ നമ്മൾക്ക് നൽകിയ പ്രകൃതി, ആ പരമ്പൊരുൾ, നമുക്ക് അതിൻ്റെ മുൻപിൽ കോടി കോടി പ്രണാമങ്ങൾ അർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.